ഹായ് നമസ്കാരം. ഞാൻ പ്രേംകുമാർ പത്തനംതിട്ടയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ KSRTC ബസ് വളരെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ റൂട്ടുകളിലും വാഹനങ്ങൾ ചിലപ്പോൾ കാലിയാകും പോകുന്നത്. അങ്ങനെ കാലിയായിട്ട് പോകുമ്പോഴാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മുടെ വാഹനങ്ങളിൽ കാലിയായി പോകുന്ന വാഹനങ്ങളിൽ പാർസൽ സർവീസ് നടത്തിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ 16 മണിക്കൂറിനുള്ളിൽ എല്ലാ ഡിപ്പോകളിലും ആര് പാഴ്സൽ അയച്ചാലും അയക്കുന്ന ആൾ കൊടുക്കേണ്ട ആളിൻ്റെ കയ്യിൽ കൃത്യമായ സമയത്ത് എത്തുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അതായത് 16 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് എവിടെയായിരുന്നാലും പാഴ്സൽ കൃത്യമായിട്ട് എടുക്കേണ്ട ആളിൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഒരു വാസ്തവം. ഒരു പരിധിവരെ അത് സത്യവുമായിരുന്നു എന്നുള്ളതല്ല, അതിനൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ലോജിസ്റ്റിക് സർവീസുമായി ബന്ധപ്പെട്ട നല്ല രീതിയിൽ റെസ്പോൺസ് KSRTCയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, അതായത് KSRTCയുടെ ലോജിസ്റ്റിക് സർവീസ്, പാർസൽ സർവീസ് നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു കമ്പനിക്ക് ഇവർ കരാറ് നൽകിയിട്ടുണ്ട്. കരാറ് നൽകിയവർ കൃത്യമായ രീതിയിൽ പാഴ്സൽ സർവീസുകൾ സ്വീകരിക്കുവാനോ അത് കൃത്യമായ സ്ഥലത്ത് എത്തിക്കുവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ KSRTC ലോജിസ്റ്റിക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് നഷ്ടമായിട്ടാണ് വരുന്നതെന്ന്. കാരണം ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഇപ്പോൾ ലോജിസ്റ്റിക് നടത്തുന്നത്. ഈ നടത്തുന്നത് മൂലം ഞാൻ KSRTCയുടെ ലോജിസ്റ്റിക്കിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം സാധനം അയക്കാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യം, അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പഴയ ആളുകളാരും തന്നെ അവിടെ ആ ഓഫീസിലില്ല. ഇത് കമ്പനിയുടെ ആളുകളാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു, എനിക്കൊരു പാഴ്സൽ അയക്കാനുണ്ട്, ഞാനിവിടെ നേരത്തെ മുതലേ അയച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കമ്പ്യൂട്ടർ കേടാണ്, അതുകൊണ്ട് ഇപ്പോൾ പാർസൽ എടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കമ്പ്യൂട്ടറിലേ ഉള്ളൂ, മാനുവലായിട്ട് നിങ്ങൾക്ക് എഴുതി തരാമല്ലോ എന്ന്. അതിപ്പോൾ ഇവിടെ നടക്കുകയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും പല ആളുകളോടും സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു കമ്പനിക്ക് ഇത് ലീസിന് കൊടുത്തിരിക്കുന്നുവെന്ന്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 20 ലക്ഷം രൂപ 20-25 ലക്ഷം രൂപ നഷ്ടമായിട്ടാണ് ഇപ്പോൾ KSRTCക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴേ KSRTCയുടെ ജീവനക്കാരായിരുന്നു ഈ പാർസൽ സർവീസിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളുകളായിരുന്നു. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് പാർസൽ സർവീസ് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കസ്റ്റമറെ വിളിച്ച് അവരെ പറയും, ഇത്ര മണിക്ക് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ കൃത്യമായ രീതി ഭയങ്കര കെയർ ആയിരുന്നു സത്യത്തിൽ. ഇപ്പോഴാണ് ഈ KSRTC ഭയങ്കര നഷ്ടത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തൊരു സ്ഥാപനമായാലും അത് ഉയർച്ചയിലേക്ക് വന്നാൽ അതെങ്ങനെ താഴ്ത്തിക്കെട്ടാം, അല്ലെ അതിൻ്റെ നിലവാരം എങ്ങനെ കുറയ്ക്കാം എന്ന് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു പഠനം നടത്തിയതിൻ്റെ പേരിലാണ് KSRTC സർവീസിൻ്റെ ലോജിസ്റ്റിക് സർവീസ് ഇപ്പോൾ നഷ്ടത്തിലോടുന്നത്. അപ്പോൾ എന്തായാലും സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടായിരിക്കാം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനകത്തിൽ പങ്കുണ്ടായിരിക്കാം. അതെന്തുമായിക്കോട്ടെ, ഇത് തിരുത്തണം എന്ന് എനിക്ക് പറയുവാനുള്ളൂ. പഴയതുപോലെ KSRTC സ്വന്തമായ നിലയിൽ ലോജിസ്റ്റിക് സർവീസ് ചെയ്താൽ ഇത് വൻ വിജയമാകും, ഇല്ലെങ്കിൽ ഇതൊരു പരാജയമായി തന്നെ മാറുമെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും.